ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഉപയോഗിക്കുന്ന വളമാണ് ഇത്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു പൈസയും ചിലവില്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മണ്ണിൻ്റെ കൂടെ ഈ വളം നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം ചെടീൻ്റെ ചുവട്ടിൽ മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെടി നടാൻ ഉപയോഗിക്കുന്ന ചുവന്ന മണ്ണ ഇത്, അത് എടുക്കുക. അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ വളം ചേർക്കുന്നത്. ഇതാണ് ഞാൻ ചേർക്കുന്ന കമ്പോസ്റ്റ് വളം. നല്ല പൊടിയായിട്ടുള്ള നല്ല വളമായി മാറിയിട്ടുണ്ട് ഈ കമ്പോസ്റ്റ്. 2 കമ്പോസ്റ്റ് പിന്നെ എനിക്കുള്ളത്. ഇത് കണ്ടോ നിങ്ങൾ, ഇതിൽ നല്ല പൊടിഞ്ഞ് നല്ല വളമായി മാറിയാണ്. കരിയിലയും പച്ചപ്പുല്ലും ഈ പച്ചക്കറി ചെടിയിൽ നിന്ന് പറിക്കുന്ന കളകളെല്ലാം ഇതിൽ നിക്ഷേപിക്കുന്നത്. ഇത് 2ാമത്തെ വേസ്റ്റ് ബിന്നാണ്. ഇതിലിപ്പോൾ ഞാൻ ഇടാറില്ല. ഇതും പകുതിയോളം കമ്പോസ്റ്റായി കഴിഞ്ഞ്. ഇപ്പോൾ ബക്കറ്റിൽ സ്ലറി എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ബക്കറ്റിലാണ് വേസ്റ്റ് ഇടുന്നത്. കത്തി കൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ചിരട്ട ഉപയോഗിച്ച് കോരിയെടുക്കാം. ഇതിൽ ഞാൻ വാഴക്കൊല വെട്ടിയിട്ടുള്ള വേസ്റ്റും എല്ലാം ഇതിൽ ചേർക്കുന്നുണ്ട്. ഉണങ്ങിയ വാഴ ഇലയെല്ലാം മുറിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കും. വാഴേൻ്റെ പച്ചിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് വഴുതന ചെടിക്കാൻ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന 2-3 ചട്ടിയിൽ ഇഞ്ചിയും നട്ടിട്ടുണ്ട്, അതിനും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ മഞ്ഞപ്പുള്ള ഇലകളെല്ലാം മുറിച്ച് വേസ്റ്റ് ബിന്നിൽ തന്നെ ഇട്ട് കൊടുക്കുക. ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ വളം നമുക്ക് ഇട്ട് കൊടുക്കുക. പ്ലാസ്റ്റിക് ബക്കറ്റിലും ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ബക്കറ്റിൻ്റെ അടിഭാഗം തുളച്ചിട്ട് വേറൊരു ബക്കറ്റിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ സ്ലറിയും എടുക്കാം, കമ്പോസ്റ്റും ആയി കിട്ടും. ഇപ്പോൾ മണ്ണിട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് 15 ദിവസം കഴിഞ്ഞിട്ട് ഈ മണ്ണും കമ്പോസ്റ്റും കൂടി പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് പൊതയിട്ട് കൊടുക്കാം. പൊതയിടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മണ്ണിൽ ഈർപ്പം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ദിവസം നനച്ചില്ലേനും ആ മണ്ണ് നനവുണ്ടാവും. പിന്നെ കരിയില പൊടിഞ്ഞ് അതൊരു വളമായി മാറുകയും ചെയ്യും. 2-3 ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് വളമായി മാറും. ഇതിപ്പോൾ ഞാൻ പ്ലാവിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചട്ടിയിൽ ഞാൻ മുന്നേ ഇട്ട കരിയിലയായത്. ഇത് നല്ല പൊടിഞ്ഞ് നല്ല വളമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ മേതെ മണ്ണിട്ട് കൊടുത്ത് പൊതയിട്ട് കൊടുക്കാം. ഈ ചട്ടിയിൽ ഞാൻ ചകിരിയാണ് പൊതയായിട്ട് ഇട്ട് കൊടുത്തത്. അതും പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കറകളഞ്ഞ ചകിരിയാണ് ഇട്ടത്. ഇനി നമുക്ക് ഈ ഇഞ്ചി ചെടിക്ക് കൂടി മണ്ണിട്ട് പൊതയിട്ട് കൊടുത്ത്